ദേവതകൾ നമ്മുടെ ഭൗതിക ലോകത്തെ ശോഭയോടെ അലങ്കരിക്കുമ്പോൾ ഗുരു പ്രകാശിപ്പിക്കുന്നത് അനന്തമായ അകത്തേക്കുള്ള യാത്രയാണ്. വാസനകളാണ് മനുഷ്യാത്മാവിന്റെ അദൃശ്യരേഖകൾ. അവയില്ലാതെ സംസ്കാരം വെറും നിഴലായി ചുരുങ്ങും. യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് സമൂഹത്തിൽ നിന്നല്ല, ഓരോ ഹൃദയത്തിലും ഓരോ ചിന്തയിലുമാണ്. ദുർവാസനകൾ ചിന്തകളെ മലിനമാക്കുമ്പോൾ ഗുരു തൻ്റെ ശിഷ്യന്റെ മനോമയ കോശത്തെ തപജ്വാലയിൽ ശുദ്ധീകരിക്കുന്നു. പ്രവൃത്തിയിലും ചിന്തയിലും അവയെ നിശേഷമാക്കി വിവേകത്തിന്റെ അമൃത തീരത്തേക്ക് നയിക്കുന്നു. ആ സ്പർശത്തിൽ അഹങ്കാരം പൊട്ടുന്നു. സമത്വത്തിന്റെ ദീപ്തി ഹൃദയത്തിലാകെ പടരുന്നു. നാഥ, എന്റെ ജീവിതഗതി അവിടുത്തെ ദർശന സാമീപ്യത്തിൽ കുമ്പിടുന്നു. ഈ കണ്ണുനീരിന്റെ വേദനയും ഈ ചിരിയുടെ മധുരവും എന്റെ കർമ്മങ്ങളുടെ പ്രതിഫലനങ്ങൾ. എന്റെ സ്വന്തം കൈകളാൽ വിതച്ച വിത്തുകൾ എന്നെ തേടി മടങ്ങി വന്ന ഫലങ്ങൾ. ഞാൻ അവയെ ശിക്ഷയുടെ കറുത്ത മേഘങ്ങളായി കണ്ടപ്പോൾ അവിടുന്ന് കരുണയുടെ വർണ്ണങ്ങളാക്കി ആകാശത്ത് വിരിയിച്ചു. വേദനയുടെ കടലിൽ മുങ്ങിയ നിമിഷങ്ങളിൽ അങ്ങയുടെ വാക്കുകൾ എന്നെ തഴുകി. മകനെ, ഭയമൊഴിവാക്കൂ. ഇത് നിന്നെ കത്തിക്കുന്ന തീയല്ല, നിന്നെ എന്നോട് ചേർത്ത് പിടിക്കുന്ന അഗ്നിപരീക്ഷയാണ്. ഒരു സ്വർണ്ണക്കട്ടയെ അഗ്നിയിലിട്ടാൽ തീ അതിനെ നശിപ്പിക്കുമോ? ഇല്ല. തീ അതിൻ്റെ മലിനതയെ മാത്രം നശിപ്പിച്ച് അതിൻ്റെ ആന്തരിക തിളക്കം പുറത്തു കാട്ടും. നിന്റെ ഈ ജീവിതം എൻ്റെ ചൂളയാണ്, നീ എൻ്റെ സ്വർണമാണ്. കർമ്മപാശങ്ങൾ നിന്നെ കൊരുത്തപ്പോൾ അതിൻ്റെ ഓരോ കുരുക്കുകളും പ്രാർത്ഥനയുടെ ജപമാലയായി. എൻ്റെ ദർശനത്തിൽ കർമ്മം സ്നേഹസേവനവും സാധനയുമാകുന്നു. നീ എന്ന ബോധത്തെ അലിയിപ്പിക്കുന്ന അമൃതാകുന്നു. നീ ചെയ്തതിൻ്റെ ഭാരമല്ല, ഞാൻ പഠിപ്പിച്ച സമർപ്പണത്തിൻ്റെ ചിറകുകളാണ് നിന്നെ കർമ്മക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയത്. മഹാപ്രഭു, എൻ്റെ ഗതി എൻ്റെ കൈകളിലല്ല എന്ന് ഞാൻ അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ ഹൃദയമിടിപ്പ് അവിടുത്തെ കരുണയുടെ ശാശ്വത ലയത്തിൽ ഒഴുകിത്തുടങ്ങി. കർമ്മങ്ങളിൽ നിന്ന് മോചനമല്ല എനിക്ക് വേണ്ടത്, കർമ്മങ്ങളുടെ മധ്യത്തിലൂടെ അങ്ങ് കാണിച്ചു തരുന്ന ദിവ്യദൃഷ്ടി മതി. അവിടുത്തെ നാമജപത്തോടെ ചെയ്യുന്ന ഓരോ കരുണാപ്രവാഹവും എൻ്റെ കർമ്മബന്ധനങ്ങളെ സ്പർശിച്ച് അതിനെ തീർത്ഥാടന പഥങ്ങളാക്കട്ടെ. എൻ്റെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു ചോദ്യമോ സംശയമോ ഇല്ലാതെ അവിടുത്തെ സമീപത്തിൽ നിസ്സംഗമായ ഒരു പ്രണാമമായി, ശാന്തമായ ഒരു വിശ്രമമായി ഞാൻ ലയിക്കട്ടെ. അനന്തമായ കരുണയിൽ ലയിച്ച് എൻ്റെ ആത്മാവിൽ നിന്നെ തന്നെ പ്രതിഫലിക്കട്ടെ. പരിപാലക, അങ്ങ് ത്രികാലജ്ഞാനിയായ ഗുരുവാണ്. അങ്ങന്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിന് ഒരു നിശബ്ദ ശാന്തി ലഭിച്ചു. പുറത്ത് ലോകം എത്ര ശബ്ദിച്ചാലും അവിടുത്തെ നാമം എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയായി തുടർച്ചയായി മുഴങ്ങുന്നു. എനിക്ക് വലിയ അറിവുകളില്ല, വലിയ സാധ്യതകളുമില്ല. എങ്കിലും ഒരു സത്യം എനിക്കറിയാം, അങ്ങ് കൈപിടിച്ചാൽ ഞാൻ വീഴില്ല. എൻ്റെ ചിന്തകൾ പലപ്പോഴും ചിതറിപ്പോകുന്നു, വാസനകൾ എന്നെ വലിച്ചിഴയ്ക്കുന്നു. അപ്പോൾ അങ്ങൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു നോക്കു മാത്രം മതി. അത് എൻ്റെ ഉള്ളിലെ കലഹങ്ങളെ നിശബ്ദമാക്കുന്നു. ഗുരുവേ, ഞാൻ ചെയ്ത പിഴവുകൾ എനിക്ക് തന്നെ ഭയമാണ്. അവയെ ശിക്ഷയായി കാണാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. പക്ഷേ ഗുരു, അവിടുന്ന് പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ഇവയൊക്കെ നിനക്ക് പഠിക്കാനുള്ള വഴികളാണ് എന്ന്. വേദന വന്നപ്പോൾ ഞാൻ കരഞ്ഞു. അവിടുന്ന് എന്നെ ചോദ്യം ചെയ്തില്ല. പകരം എൻ്റെ കണ്ണുനീർ അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ കൈകളാൽ തുടച്ചു. അന്നാണ് ഞാൻ അറിഞ്ഞത്, സ്നേഹമാണ് ഏറ്റവും വലിയ ഉപദേശം. എനിക്ക് മോക്ഷമോ മഹത്തായ ലക്ഷ്യങ്ങളോ വേണ്ട. എൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുത്തെ സ്മരണയോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ മതി. ജോലി, സേവനം, ശ്വാസം എല്ലാം അങ്ങയുടെ നാമത്തിൽ അർപ്പിക്കുമ്പോൾ ജീവിതം തന്നെ ഒരു ജപമായി മാറുന്നു. ഗുരുവേ, എൻ്റെ ജീവിതം എവിടേക്ക് പോകുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അങ്ങയുടെ സമീപത്ത് നിൽക്കുമ്പോൾ എനിക്ക് പേടിക്കാനൊന്നുമില്ല.
എൻ്റെ അവസാന ശ്വാസം വരുമ്പോൾ പോലും അങ്ങയുടെ നാമം എൻ്റെ ചുണ്ടുകളിൽ വിരിയട്ടെ. അന്ന് ഞാൻ ഒന്നും ചോദിക്കില്ല, ഒന്നും ആഗ്രഹിക്കില്ല. അവിടുത്തെ ആ കരുണാമയമായ നിസ്സംഗമായ ഒരു ചെറുപുഞ്ചിരിയായി ഞാൻ ലയിച്ചാൽ മതി. ഞാൻ ധന്യനായി. വാസനാശുദ്ധി അതൊരു വാക്കല്ല, അതൊരു യാത്രയാണ്. ആത്മാവിനെ മോക്ഷത്തിന്റെ അനന്തമായ തീരങ്ങളിലേക്ക് നയിക്കുന്ന ദിവ്യയാത്ര. ഇത് സാധ്യമാകുന്നത് കേവലം സ്വപ്രയത്നം കൊണ്ടല്ല, മറിച്ച് അനന്തമായ ഗുരുവിന്റെ അനുകമ്പാർദ്രമായ കൃപാവർഷം കൊണ്ട് മാത്രമാണ്. ദേവതകൾ പുറം ലോകത്തെ വർണ്ണങ്ങളാൽ അലങ്കരിക്കുമ്പോൾ ഗുരു ഉണർത്തുന്നത് അകത്തെ ലോകത്തെയാണ്. ആത്മാവിന്റെ നിദ്രയെ തെളിച്ചം നൽകി മായ്ച്ചു കളയുന്നു. മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ അനുഭവങ്ങളുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട വാസനകളുടെ ഇരുണ്ട ഗുഹകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനുള്ള അത്ഭുത ശക്തി ഗുരുവിനുണ്ട്. നമ്മുടെ ഉള്ളിലെ കെട്ടഴിച്ചെറിയാനും ഓരോ ജീവന്റെയും അന്തർഭാവത്ത് പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ തെളിയിക്കുവാനും ആത്മഗുരുവിന് മാത്രമേ കഴിയൂ. മഹർഷിമാർ പണ്ടേ പാടി, ദേവതകൾ ദാനം ചെയ്യും, എന്നാൽ ഗുരു മാത്രമേ മോക്ഷം നൽകൂ. ദേവതകൾ നമ്മുടെ ഭൗതിക ലോകത്തെ ശോഭയോടെ അലങ്കരിക്കുമ്പോൾ ഗുരു പ്രകാശിപ്പിക്കുന്നത് അനന്തമായ അകത്തേക്കുള്ള യാത്രയാണ്. അതിൽ വാസനകളുടെ കെട്ടടങ്ങി അതിൽ നിന്ന് മുക്തരായി സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവ്യ വെളിച്ചത്തിൽ നമ്മൾ പാടുന്നു. രാമായണത്തിൽ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. ജടായു ഒരു സാധാരണ പക്ഷിയായിരുന്നില്ല. സഹോദരൻ സമ്പാദിയും കൂടി കാട്ടിലെ മറ്റു ജീവികൾക്കെല്ലാം സംരക്ഷകരായിരുന്നു. സീതാലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ താമസമായ സമയം ഒരു ദിവസം ഉച്ചയായി. രാമലക്ഷ്മണന്മാർ വനത്തിലെവിടെയോ പോയിരിക്കുകയാണ്. രാവണൻ പുഷ്പക വിമാനത്തിൽ പറന്നെത്തുന്നു. സീതയെ അപഹരിക്കുമ്പോൾ ജടായു ആകാശത്തിലേക്ക് പറന്നുയർന്നു. ആ ചിറകുകൾ രാവണന്റെ രഥത്തിന് മുകളിൽ വിരിയിച്ചിരിക്കുന്നു. സർവ ശക്തിയുമെടുത്തുള്ള യുദ്ധം. രാവണൻ തന്റെ ആയുധമായ ചന്ദ്രഹാസം ഉയർത്തുന്നു. വെട്ടുകൊണ്ട് ചിറക് പിളർന്ന് താഴെ ഭൂമിയിലേക്ക് ജടായു വീണു. അമ്മേ, നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ സർവശക്തിയും എടുത്തു, എനിക്കതിന് ആകുന്നില്ല. രാമലക്ഷ്മണന്മാർ ജടായുവിന്റെ മുമ്പിൽ നിന്നു. ഒരുപാട് ശ്രമിച്ചു, എനിക്കായില്ല. എൻ്റെ ജീവൻ ഞാൻ ധർമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് രക്തവും കണ്ണുനീരും പുറത്തു വന്നു. ഈ ധീരന് ഞാൻ തന്നെയാണ് മകൻ. വേദവാക്യങ്ങൾ ഉരുവിട്ട് ജടായുവിന്റെ സംസ്കാര കർമ്മങ്ങൾ. ഒരു പക്ഷിക്ക് ആത്മാവിന്റെ ശാന്തിക്കായി ഒരു മനുഷ്യൻ നടത്തിയ പിതൃകർമ്മം, അതും രാമൻ. ജടായുവിന്റെ ആത്മാവ് നിത്യശാന്തിയിൽ അണഞ്ഞു. ജടായു മുൻജന്മത്തിൽ വീരനായ ഒരു രാജാവായിരുന്നു. മനുഷ്യജന്മം കിട്ടാതെ പക്ഷിയായി മാറിയത് ഒരു ശാപം മൂലമാണ്. പരിണാമത്തിന്റെ താഴെത്തട്ടിലാകാം ആ ജീവൻ. എന്നാൽ പൂർവജന്മത്തിലെ ധർമ്മവീര്യം ജടായുവിൽ ജീവവാസനയായി നിലകൊണ്ടു. ആ ധീരവാസന, പ്രജകളെ സംരക്ഷിക്കണമെന്ന രാജധർമ്മം ജടായുവിൽ സംരക്ഷണ വാസനയായി നിറഞ്ഞു നിന്നു. നല്ല പണ്ഡിതരായ രണ്ട് സുഹൃത്തുക്കൾ, കുന്നത്തെ പണിക്കരും മന്നത്തെ പണിക്കരും. ഒരിക്കൽ ചങ്ങാതിയെ കാണുവാനായി കുന്നത്തെ പണിക്കർ മന്നത്തെ വീട്ടിലെത്തി. രണ്ടുപേരും കൂടി ഒരു ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിൽ വായന ആരംഭിച്ചു. വിളക്ക് പിടിച്ചതോ ഒരു പൂച്ച. ആഹാ, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ആതിഥേയൻ പറഞ്ഞു, ശീലിച്ചാൽ പാലിക്കും. അപ്പോൾ അതിനു മുമ്പുള്ളതും മുജ്ജന്മവാസനയെക്കുറിച്ചായിരുന്നു കുന്നത്തെ പണിക്കരുടെ ചോദ്യം. അതൊക്കെ പാടെ മറക്കും. മന്നത്തെ പണിക്കർ മറുപടി പറഞ്ഞു. അതിഥി തിരിച്ചുപോയി. വീണ്ടും ഒരു ദിവസം കുന്നത്തെ പണിക്കർ സുഹൃത്തിന്റെ അടുത്തെത്തി. അന്നും വിളക്ക് പിടിച്ചത് പൂച്ച തന്നെ. ആരും കാണാതെ തന്റെ സഞ്ചിയിൽ കൊണ്ടുവന്ന എലിയെ പിടിച്ച് കുന്നത്തെ പണിക്കർ പുറത്തുവിട്ടു. പൂച്ച വിളക്ക് താഴെയിട്ട് എലിക്ക് ചുറ്റുമോടി. ശീലിച്ചത് പാടെ മറന്നു. അതിന്റെ വാസന പുറത്തു ചാടി. എത്ര പരിശീലനം നൽകിയാലും സാഹചര്യം അനുകൂലമാകുമ്പോൾ വാസനകൾ പുറത്തു ചാടും. ആദ്യം വാസനകളെ മാറ്റേണ്ടതുണ്ട്, എന്നിട്ട് പുതിയ ശീലങ്ങൾ വളർത്തിയിട്ടേ കാര്യമുള്ളൂ. എത്ര വിദ്യാഭ്യാസവും നല്ല പരിശീലനമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജന്മവാസനകൾ നമ്മൾ അറിയാതെ പുറത്തു വരും. മനസ്സ് എന്ന നിലത്ത് നട്ടിരിക്കുന്ന വിത്തുകളാണെന്നേ വാസനകൾ. അത് മനസ്സിൽ മുള പൊട്ടി വരുമ്പോൾ പ്രവൃത്തിയാകും. ശുഭവാസനകൾ വളരുന്നത് ശുദ്ധമായ മനസ്സിലാണ്, അശുഭവാസനകൾ മലിനമായ മനസ്സിലും. പഴയ വാസനകൾ മനസ്സിന്റെ ചിന്തകളാകാം, അപ്പോൾ പുതിയ വാസന സൃഷ്ടിക്കും. വീണ്ടും
അതിനെ ശക്തിപ്പെടുത്തി വീണ്ടും കർമ്മത്തിലേക്ക് പോകും. ഇങ്ങനെ ഒരു ചക്രം പോലെ അത് തുടരും. ഒരാളിൽ കോപം എളുപ്പത്തിൽ വരുന്ന വാസനയാണെന്ന് കരുതുക. അത് അയാളുടെ ചിന്തയാകും. ചിന്ത കർമ്മത്തിലാകുമ്പോൾ കോപത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത് വീണ്ടും കോപവാസനയെ വളർത്തും. നമ്മുടെ സ്ഥൂല ശരീരം മാത്രമാണ് മരിക്കുന്നത്. മനസ്സ്, ബുദ്ധി, വാസനകൾ, കർമ്മഫലങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ തുടരുകയും വാസന സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് അടുത്ത ജന്മത്തിൽ നമ്മുടെ വ്യക്തിത്വം, ആഗ്രഹങ്ങൾ, കഴിവുകൾ എന്നിവയാകുന്നു. ചിലർ ജന്മനാ സംഗീതത്തിൽ പ്രാവീണ്യം കാണിക്കുന്നു, ചിലർ ദയാലുക്കളാകുന്നു, ചിലർ കോപിഷ്ഠരാകുന്നു. ഓരോരുത്തരുടെയും സ്വഭാവവും കഴിവും രൂപപ്പെടുത്തുന്നതിൽ മുജ്ജന്മവാസനകൾക്ക് സ്വാധീനമുണ്ട്. ജീവപരിണാമത്തിൽ വാസനകൾ പുതിയ രൂപരേഖയാകുന്നു. യഥാകർമ്മ യഥാശ്രുതം. മുൻ ജന്മങ്ങളിലെ കർമ്മവാസനകൾക്കനുസരിച്ച് ജീവികൾ പുതിയ ജന്മമെടുക്കുന്നുവെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. അഭ്യാസം, വൈരാഗ്യം എന്നിവ കൊണ്ട് വാസനകളെ നമുക്ക് ജയിക്കാനാവും. ജ്ഞാനം ദുർവാസനകളെ ദഹിപ്പിക്കും, കത്തുന്ന പുല്ലുപോലെ നശിക്കും. ഒരു കല്ല് നദിയിലേക്കിടുമ്പോഴുള്ള തരംഗങ്ങൾ പോലെ പ്രവൃത്തികൾ മനസ്സിൽ തരംഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് വാസനകൾ. മനോമയ കോശവും വിജ്ഞാനമയ കോശവുമാണ് വാസനകളുടെ ഇരിപ്പിടം. ആനന്ദമയ കോശത്തിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. ജീവനിലുണ്ടാകുന്ന പുണ്യപാപങ്ങളുടെ ഫലമാണെന്നേ വാസന. കഴിവും കഴിവ് കേടുമെല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചിലർക്ക് സാഹചര്യമില്ലാത്തത് കൊണ്ട് കഴിവ് വേണ്ടിടത്ത് വേണ്ട പോലെ ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു. വാസനയുണ്ടെങ്കിലും കർമ്മഗതി വഴിയിൽ തടസ്സമാകുന്നു. ചിലർക്ക് നല്ല വാസനയുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും കർമ്മഗതി അവരുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നു. കർണൻ തോറ്റത് അർജുനോടല്ലായിരുന്നു, സ്വന്തം കർമ്മഗതിയോടായിരുന്നു. ഇവിടെയാണ് മനുഷ്യജീവിതത്തിൽ ഒരു ത്രികാലജ്ഞാനിയായ ഗുരുവിനുള്ള പ്രാധാന്യം. മുന്നോട്ടുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്ന കർമ്മഗതി കണ്ടറിയുന്ന ഗുരുവിൻ്റെ വാക്കുകളെ പിൻപറ്റി മുന്നോട്ടു പോയാൽ വൈതരണികളെ മറികടക്കുവാൻ ശിഷ്യന് കഴിയുന്നു. വാസനാമയം ജഗത് സർവം. സകല ചരാചരങ്ങൾക്കും വാസനയുണ്ട്. ഒരു കാഞ്ഞിരമരത്തിൻ്റെ വിത്തിനുള്ളിൽ അതിൻ്റെ വാസനയുണ്ട്. അത് വളർന്ന് മരമായി കായുണ്ടാകുമ്പോൾ അത് കഴിക്കും. വാസനകൾ ത്രിഗുണങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. മനുഷ്യനിൽ ഈ 3 ഗുണങ്ങളുമുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, സത്വമുണർന്നാൽ സമാധാനവും ജ്ഞാനവും ഉണ്ടാകും. രജസുയർന്നാൽ ബന്ധനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇരയാകും. തമസുയർന്നാൽ അജ്ഞാനത്തിലേക്കും ദുർമാർഗങ്ങളിലേക്കും വഴുതി വീഴും. സത്വത്തെ വളർത്തി രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നിവർത്തിച്ച് അവസാനം ഗുണങ്ങളെ അതിജീവിച്ച് ഗുണാതീതനെന്ന നിലയിലേക്ക് ഒരാൾ ഉയരണം. മനുഷ്യനിലെ ദുർവാസനകളെ സദ്വാസനകളിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഇവിടെയാണ് ജീവിതത്തിൽ ഗുരുവിൻ്റെ ആവശ്യം. ഗുരുവിലൂടെ സദ്വാസനകളിലേക്ക് നയിക്കപ്പെട്ട ജീവൻ വരും ജന്മത്തിൽ സദ്വാസനയോടെ തിരിച്ചു വരും. അവസാനം വാസനകളിൽ നിന്നെല്ലാം മുക്തമായ ജീവൻ മോക്ഷപദം പ്രാപിക്കും. ദേവസങ്കല്പവും ഗുരുസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം ആത്മീയതയിലെ ജ്ഞാനത്തിൻ്റെ അക്ഷയഖനിയാണ്. മനുഷ്യജീവിതത്തിന് ഊടും പാവും പ്രകാശവും നൽകുവാൻ കഴിയുന്ന ഗഹനമായ വിഷയമാണ്. നമുക്ക് മുന്നോട്ടു പോകുവാനുള്ള ആത്മീയതയുടെ രാജപാതയാണ്. ഇത് മനസ്സിലാക്കുവാനും ഇത് കൂടുതൽ അറിയുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും ആഴത്തിൽ ചിന്തിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും സാധിക്കണം. പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം. സദ്ഗുരുവേ ശരണം.